ആ ആരോപണത്തിൽ നമ്മൾ കൂടി ഭാഗമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൽ അട്ടിമറികൾ നടന്നിട്ടില്ല എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ഇവിടെ അവർ അത് ചെയ്യുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലയിൽ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പോലും BJP എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ്, CPM, BJP എന്നതിനപ്പുറം ഓരോ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തേണ്ട വിഷയം കൂടിയാണിത്. അവിടെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതുപോലെ തന്നെ ബയാസ്ഡ് ആകുന്നു, അന്വേഷണം വേണ്ട എന്ന് പറയുന്നു. രാഹുൽ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന് ഒരു പരിശോധന പോലും ആവശ്യമില്ലാതെ പറയുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ശ്രീമതി അസിത, ഞാൻ വിശദീകരിക്കാം. ഉദാഹരണമായി അങ്ങയുടെ വില്ലേജ് ഓഫീസിൽ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെന്നു. ആ പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെന്ന് കൈവശാവകാശ രേഖയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത് ആ വില്ലേജ് ഓഫീസർ നിങ്ങൾക്കത് തരില്ല എന്നൊരു നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും ശ്രീമതി അസിത എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മുകളിലുള്ള ആ ഓഫീസർക്ക്, തഹസീൽദാർക്ക് ഒരു പരാതി കൊടുക്കും. ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ തഹസീൽദാർ അത് അന്വേഷണം നടത്തും. അതിനകത്ത് പരിഹാരമുണ്ടാകും. അതിന് പകരം അങ്ങ് പുറത്തോട്ടിറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു ജംഗ്ഷനിലോ വന്നിട്ട് ബേക്കറിലോ കയറിയിട്ട് അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെടുത്ത് ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും അയാൾ തന്നില്ല എന്ന് പറഞ്ഞ് 10-25 പേരെ വിളിച്ചു പറഞ്ഞാൽ ആ പരാതിക്ക് പരിഹാരമുണ്ടാകുമോ? എനിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അതും ആലോചിക്കണം. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനൊരു പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രേഖാമൂലം പരാതി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് പല തവണ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പരാതി കൊടുക്കുന്നില്ല? അങ്ങ് പരിശോധിക്കണം ഡേറ്റ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഒരു മറുപടിയും ഇല്ലാതെ വരുമ്പോഴാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ശേഷം ചിലയിടങ്ങളിൽ സംശയാതീതമായി ഉയർന്നു എന്ന് കാട്ടി പരാതി കൊടുത്തു. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ കൃത്യമായ സംവിധാനങ്ങളിലൂടെ മാത്രം അപേക്ഷിച്ച് കാത്തിരിക്കാൻ ഇത് സർക്കാരിൽ നിന്നുള്ള അപേക്ഷയൊന്നുമല്ലല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. വിയോജിപ്പുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നതിൽ എന്താണ് കുഴപ്പം? മേഡം, ഞാൻ പറയാൻ അങ്ങ് അനുവദിക്കണം. അങ്ങ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് ദയവായി എന്നെ പറയാൻ അനുവദിക്കണം. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി പരാതികൾ കൊടുക്കാറില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നത് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റന്മാർ കൊടുക്കുന്ന പരാതിക്ക് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കാറുണ്ട്. ഉദാഹരണമായി ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് കർണാടകയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വക്കീൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച ശേഷം ഉത്തർപ്രദേശിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇങ്ങനെ ഒരു ഇത് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായി മറുപടി കൊടുത്തു. നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തതെന്ന്? കൃത്യമല്ലാത്ത പരാതി, വ്യാജമായ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അദ്ദേഹം നോക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാലം ചില പുകമറകൾ സൃഷ്ടിക്കുക, ആ പുകമറയുടെ ബലത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ വിശ്വാസം എടുക്കാൻ ശ്രമിക്കുക. നേതാവ് അപ്പോൾ ഇങ്ങനെ നിയമ സംവിധാനത്തിനൊന്നും കീഴ്പ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 2000 കിലോമീറ്ററോളം ഈ രാജ്യത്ത് ഭാരതനാടിന്റെ ഭൂമി ചൈന കയ്യേറി എന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കൊടുത്ത മറുപടി എന്തായിരുന്നു മേഡം? എത്ര തവണ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ കോടതികളിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മേഡം? 2000 കിലോമീറ്ററോളം, 2000-ന് മുകളിൽ കിലോമീറ്റർ ചൈന കയ്യേറിയെന്ന് ഈ മനുഷ്യന് ആരാണ് തെളിവ് കൊടുത്തത്? നിങ്ങളൊരു ഭാരതീയനാണോ എന്ന് ഈ രാജ്യത്തെ പരമോന്നത കോടതി ചോദിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് നാട്ടിലുണ്ടായില്ലേ മേഡം? നോക്കൂ, നിങ്ങൾ ഇവിടെ ശ്രീമാൻ വസന്ത് പറഞ്ഞ ഒരു ആരോപണം, ശമുൻ റാണിക്ക് 2 വോട്ട് വന്നു. ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫ്, അദ്ദേഹത്തിന് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉള്ളിക്കൽ ഈസ്റ്റിൽ ക്രമനമ്പർ 1243 വോട്ടറുടെ പേര് സജീവ് ജോസഫ്. അതേ മണ്ഡലത്തിൽ തന്നെ ഉള്ളിക്കൽ പഞ്ചായത്തില് മുണ്ടന്നൂരിൽ പോളിംഗ് സ്റ്റേഷനിൽ ക്രമനമ്പർ 679 സജീവ് ജോസഫ്. ഒരേ പഞ്ചായത്തിൽ 2 ശ്രീമാൻ സജീവ് ജോസഫ്. അതുകൊണ്ട് ഈ ഡാറ്റ ഫിൽട്ടറിംഗ് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ശ്രീ വസന്ത് അതേ കാര്യമല്ല ഇപ്പോൾ ജിതിനും ചെയ്തത്. ഇത് തന്നെ രാഹുൽ ഗാന്ധിയും ചെയ്തോളൂ. എന്റെ ചോദ്യം അപ്പോഴും ക്ലിയർ ആണ് ജിതിൻ.
നോക്കൂ, താങ്കൾ ചോദിച്ചു ഞാൻ ഈ ആരോപണം ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണം ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്റെ കയ്യിൽ ഈ പറഞ്ഞ രണ്ടിടത്തെ വോട്ടർ പട്ടിക ഇരിപ്പുണ്ട്. എന്റെ കയ്യിൽ രണ്ടിടത്തെ വോട്ടർ പട്ടിക ഇരിപ്പുണ്ട്. വസന്തകുമാർ ശ്രീ വസന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ ദിവസം ഇതാ കൈരളിയാണ് അത് തെളിവുകൾ സഹിതം ആ വാർത്ത പുറത്തുവിട്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജിതിൻ പറഞ്ഞല്ലോ അതേ കാര്യമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം പറഞ്ഞത്.